പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിലൂടെ ഞങ്ങളെ കാണുന്ന എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമാകുന്ന നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രളയം ഉണ്ടായിരിക്കുന്നു. ആ പ്രളയത്തിൽ അനേകരുടെ ഭവനങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനേകർക്ക് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ച് 2-3 പേര് മരിച്ചു എന്ന് കേൾക്കുവാനായിട്ട് ഇടയായി. കേരളം പ്രളയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മളെ ഓരോരുത്തരെയും ദൈവം വഴി നടത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ട് ദൈവം പല പദ്ധതികളും നമുക്ക് മുന്നിൽ തുറന്നു വച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രളയത്തിൽ പെട്ടവരെ നമ്മൾ സഹായിക്കണം. അതുപോലെ തന്നെ സാമുദായിക വ്യത്യാസം ഇല്ലാതെ നമ്മളുടെ സഹോദരങ്ങളെ സഹായിക്കുക എന്നുള്ളത് നമ്മളുടെ കടമയാണ്. ഞാനൊരു അഭ്യർത്ഥന വെക്കുകയാണ്. സഭാ സംഘടന വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും നമ്മളുടെ കേരളത്തിലെ നമ്മളുടെ സഹോദരങ്ങളെ സഹായിക്കുക, അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു എളിയ സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു സുവിശേഷമാണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയവരുടെ കൂടെ നമ്മളും ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് അതിന് പരിഹാരമുണ്ടാക്കണം എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. പത്തനംതിട്ട, റാന്നി, പൂഞ്ഞാർ, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ കാണുവാനായിട്ട് ഇടയായി. മാധ്യമങ്ങളിലൂടെ കാണുന്ന ആ വാർത്ത ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട്. ഞങ്ങൾ കർത്താവായ യേശുവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഇതൊക്കെ മാറി ഇപ്പോൾ തന്നെ അനേകർ സഹായവുമായിട്ട് എത്തുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ആ സഹായത്തെ എല്ലാം നിങ്ങൾ സ്വീകരിച്ച് എല്ലാം ഒരു സാമുദായിക പ്രവർത്തനം അല്ല ഇപ്പോൾ നാം നടത്തേണ്ടത്. നമ്മൾ സഹോദരങ്ങളായിട്ട് നിന്ന് അവരെ സഹായിക്കുക, അവരെ ഓരോരുത്തരെയും നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെ സ്നേഹം അവരുടെ കൂടെ ഉണ്ടാകും എന്ന് അവർക്ക് മനസ്സിലാകും. നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ലാളനവും ഈ പ്രളയകാലത്ത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവർക്ക് കൊടുക്കാം എന്ന് ഒരു വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അനേകർ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം.
കേരളത്തിലെ 3/4 ആളുകളും ഈ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. അതുപോലെ UK, USA, റോം, കാനഡ എന്നിവിടങ്ങളിൽ നിന്നും എൻ്റെ മാന്യ സഹോദരങ്ങൾ സേവിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. ഞങ്ങളുടെ കേരളത്തിനായിട്ട് പ്രാർത്ഥിക്കുക. കേരളം വീണ്ടും പഴയതുപോലെ ആയിത്തീരുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് സഭാ സമുദായിക സംഘടനകൾ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ പ്രളയത്തിൽപ്പെട്ടവരെ നമുക്ക് സഹായിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.